ഹലോ ഗൈസ്, വെൽക്കം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 15 പ്രോ ഏകദേശം കുറച്ചായി ഇറങ്ങിയിട്ട് അതിൻ്റെ തന്നെ ഏകദേശം ഒരേ മാരത്തില്ല എന്ന മോട്ടറോളൻ്റെ ഫോണായ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനാണ്. ഇത് പറഞ്ഞാൽ ലോ റേഞ്ചിൽ, അതായത് ഒരു 30,000 അടുത്ത്, അത് 30,000 മോട്ടറോള എഡ്ജ് 15 പ്രോൻ്റെ വില എങ്കിൽ മോട്ടറോള ഇതൊരു 22,000 23,000 ആ ഒരു 25,000 ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ഫോണാണ് ഈ മോട്ടറോള എഡ്ജ് 15 ഫ്യൂഷൻ. ഏകദേശം അതിലത്തെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഉണ്ടാവും കാര്യങ്ങൾ അതിനെ പറ്റി ഒരു അത്ര വലുതേ ഉള്ളൂ. അപ്പോൾ അതിന് പെർഫെക്റ്റ് ആയിരുന്നു, നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണ്. അത് ക്യാമറ വെച്ചാലും ചിപ്സെറ്റ് വെച്ചാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വെച്ചാലും നല്ല അടിപൊളി ഫോണാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇന്ന്. അത് ഡീറ്റെയിൽസുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കുറവായിട്ട് ജസ്റ്റ് ബിഗിനിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിസ്പ്ലേനെ പറ്റി പറയാം. നല്ല ക്വാളിറ്റിയുള്ള POLED ഡിസ്പ്ലേ, അതായത് മോട്ടറോളൻ്റെ OLED ഡിസ്പ്ലേ, അതായത് AMOLED ഡിസ്പ്ലേ. സാംസങ് പറയുമ്പോൾ അങ്ങനെ പല ഇപ്പോൾ സാംസങ് ആയാലും പോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ AMOLED ആവും. ഈ പറഞ്ഞ ഐഫോണിൽ OLED വരും. അതേമാതിരി തന്നെ മോട്ടറോളയുടെ കാര്യത്തിൽ POLED എന്നാണ്ട് ഒരു ഡിസ്പ്ലേ ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ നിങ്ങൾ ഈ ഫോൺ വാങ്ങുമ്പോൾ അതായത് ഫസ്റ്റ് ചെക്ക് ചെയ്യുമല്ലോ, അതായത് നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുക വെച്ചാലും അല്ലാതെ ഇപ്പോൾ നിങ്ങൾ കൊടുന്ന് വാങ്ങുക വെച്ചാലും ഈ ഡിസ്പ്ലേൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സ്, അതായത് ഔട്ട് ഓഫ് ദി ബോക്സ് വരുന്നത് ഒരു വിവിഡ് മോഡലാക്കാറ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ കണ്ടത് സാംസങ്ങിൻ്റെ ഫോണിലാണ്. അതായത് ആ കളർ ഇങ്ങനെ നമുക്ക് വിവിഡ് നോർമലാക്കിയിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ സെറ്റിങ്സ് പോയാൽ വിവിഡിലാകാരം കിടക്കുന്നുണ്ടാവും. വിവിഡിൽ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോൻ്റെ ഒറിജിനൽ കളറാവില്ല, അതായത് നമ്മളെ പച്ചയും അതേമാതിരി ചുവപ്പ് കളർ നല്ല രീതിയിൽ കത്തിയ കോൺട്രാസ്റ്റ് കുറച്ച് കൂടിയ രീതിയിലാകാരം നിൽക്കുക. അപ്പോൾ നമുക്ക് ഒറിജിനൽ കളറാവില്ല കിട്ടുക. പക്ഷേ അതിൽ നോർമൽ ഇട്ടാൽ നമ്മളെ ഫോട്ടോൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവാനോട് പറ്റും. അതായത് വിവിഡിലാകുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ ഫോണിൽ ഫോട്ടോ എടുക്കണം, അതായത് ആ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ തന്നെ വ്യത്യാസം വരാൻ ഇതുണ്ട്. ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നെസ് ആണ്. അതേമാതിരി തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ വേലത്തെയും താഴത്തെയും ബെസൽസൊക്കെ ഏകദേശം ഒരേ മാതിരി തന്നെയാണ്, ചെറുതായിട്ടുണ്ട്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആണ്, ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഗാർഡ് കിട്ടാൻ നല്ലൊരു പാടാണ്. കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, അതുകൊണ്ട് സൈഡിലത്തെ ബെസൽസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഡിസ്പ്ലേയിൽ വരുന്ന റിഫ്രഷ് റേറ്റ് പറയുന്നത് 144 ഹെർട്സ് ആണ്. അതായത് ഈ പ്രൈസ് റേഞ്ചിൽ മോട്ടറോള മാത്രമേ ഉള്ളൂ 144 ഹെർട്സ്. അതായത് നമ്മളെ വേറൊരു മൊബൈൽ കമ്പനി പറയുന്നുള്ള വേറൊരു മൊബൈലിൽ കണ്ടു അത് 144 ഡിസ്പ്ലേ സപ്പോർട്ടാവും. പക്ഷേ നമുക്ക് 120 ഹെർട്സ് സാധാ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗെയിമിംഗ് മോഡിൽ നമുക്ക് ഇതേമാതിരി ഒരു ബൂസ്റ്റർ മോഡൊക്കെ ഗെയിമിംഗ് മോഡ് ഓണാക്കിയാൽ മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ 144 ഹെർട്സ് ഇതേമാതിരി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അധിക ആപ്സിലും ആമസോൺ വെച്ചാലും യൂട്യൂബ് വെച്ചാലും അധിക ആപ്സിൽ നമുക്ക് 144 ഹെർട്സ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമുണ്ടോ, അതായത് 144 ഹെർട്സ് കിട്ടുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ 4K വീഡിയോ പ്ലേ ബാക്ക് വെച്ചാലും നല്ല സ്മൂത്തിൽ കിട്ടുന്നുണ്ട്. അത് ലാഗോ ഷട്ടറോ ലാഗോ അങ്ങനെ സ്റ്റെക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വെച്ചിരിക്കുന്നത് അത് അത്ര വലിയ സ്പീഡൊന്നുമല്ല, നമ്മൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്പീഡൊന്നുമല്ല. പക്ഷേ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലൊരു സ്പീഡ് എന്ന് പറയാൻ പറ്റൂല. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്. നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യത്തേക്ക് വരാം. പക്ഷെ അതിൻ്റെ മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അതിപ്പോൾ ഒരു ട്രെൻഡല്ല. ഇപ്പോൾ നമ്മളെ ചാർജർ എടുത്ത് കളഞ്ഞ മാതിരി തന്നെ OnePlus ചാർജർ എടുത്ത് കളയുണ്ടല്ലോ, അതേമാതിരി തന്നെ നമുക്ക് ഇതേമാതിരി ഹെഡ്ഫോൺ ജാക്ക് ഇപ്പോൾ അധികം ഫോണിലും ഇല്ല. പക്ഷേ നമുക്ക് ഇത് സ്പീക്കറൊക്കെ അടിപൊളിയാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. BGMI പെർഫോമൻസ് സൈഡൊക്കെ വരുമ്പോൾ BGMI HDR 60 FPS കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ചിപ്സെറ്റ് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്നൊരു ചിപ്സെറ്റാണ്. അത്ര വലിയൊരു പവർഫുൾ, അതായത് പ്രോപ്പറായിട്ട്, അതായത് ഒരു ഗെയിമിംഗ് ഫോണൊന്നും ആയിട്ടില്ല, ഒരു ഓൾറൗണ്ടർ ഫോണെന്ന് പറഞ്ഞല്ലോ. പ്രോപ്പറായിട്ടൊരു ഗെയിമിംഗ് ഫോൺ വെച്ചാൽ നിങ്ങൾ റിയൽമിൻ്റെ ഒരു പുതിയ ഇപ്പോൾ ഇറങ്ങിയൊരു ഫോണുണ്ട്, അതൊക്കെ നോക്കേണ്ടി വരും.
അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗെയിമിംഗ് ഫോണുള്ള പക്ഷേ നമുക്ക് ഇതിൽ ഇതേമാതിരി BGMI 60 FPS HDR 60 FPS പക്ഷേ നമുക്ക് കുഴപ്പമില്ലാത്ത ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതന്നെ ചിപ്സെറ്റാണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ ഹീറ്റിങ്ങും വലിയൊരു ഓവർ ഹീറ്റിംഗ് ഒന്നും സാധാ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ചെറുതായിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈസ് റേഞ്ചിൽ എല്ലാ അധികം മൊബൈലിനുള്ളൊരു ഹീറ്റിംഗ് ഇഷ്യൂ തന്നെ ഉള്ളൂ. അല്ല ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ടില്ല, ഹീറ്റിംഗ് തീരെയല്ല എന്നല്ല, ചെറുതായിട്ടുള്ളൊരു ഹീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് ടൈപ്പ് പറയുന്നത് 8 GB RAM 128 അതുമായിട്ട് 12 GB RAM 252 സ്റ്റോറേജ് വാറൻറ്റിയിലാണ് വരുന്നത്. LPDDR4X RAM UFS 2.2 ആണ്, 3 അല്ല. അത് ചിലവിൽ പറയുന്നുണ്ട് മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയില്ല. ജസ്റ്റ് നമ്മൾ 2 ഫോൺ, അത് 3.1 ഫോണും നമ്മൾ ഈ ഒരു 2.1 ഫോണും തമ്മിൽ വെച്ച് നോക്കുമ്പോഴുള്ളൂ. പക്ഷെ എന്നാൽ ചിലപ്പോൾ 2.1 ഫോൺ ഒന്ന് മുന്നിലേക്ക് വരും, ചിലപ്പോൾ 3.1 ഫോൺ മുന്നിലേക്ക് വരും. ആ ഒരു വലിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയില്ല. ജസ്റ്റ് നമുക്ക് 2.2 ആണ് UFS കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ പറയുന്നത് ഇപ്പോൾ മോട്ടറോളൻ്റെ തന്നെ പുതിയൊരു UI അല്ല, ഹലോ UI ആണ്. നമ്മൾ ആപ്പ് ക്ലോസിങ്ങും ആപ്പ് ഓപ്പണിങ്ങും ഒക്കെ നല്ലൊരു അടിപൊളി ആനിമേഷനാണ് കിട്ടുന്നത്. നല്ലൊരു സ്മൂത്ത്നെസ് ആയിട്ടുള്ളൊരു ആനിമേഷൻ. ഇത് ഒരു 4 ഇയേഴ്സത്തെ സെക്യൂരിറ്റി പാച്ചും 3 ഇയേഴ്സത്തെ ഇതാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ആണ്. മോട്ടോറിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് പലരും പറഞ്ഞത് ഇതേമാതിരി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടണില്ല എന്നാണ്. ചിലർക്ക് ഇപ്പോൾ 14 അതായത് Android 14 കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമുക്ക് ഇനി പുതിയ UI വന്നിട്ട് മാറിക്കണമെന്ന് കണ്ടറിയാൻ വേണം. പിന്നെ സോഫ്റ്റ്വെയറിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് കാര്യം ഇപ്പോൾ നമ്മൾ റിയൽമിൻ്റെ ഫോൺ വെച്ചാലും ബാക്കിയുള്ള ഫോൺ വെച്ചാൽ ഞാൻ പോക്കോ F6 ഇതിൻ്റെ മുന്നിൽ ചെയ്യും. അതിൽ വരെ ബ്രോഡ് വേസ്, അതായത് അതിൽ ബബിൾ ഷൂട്ടറുമായിട്ട് ബ്രോഡ് വേസ് ഒക്കെ ഉണ്ടായി. പക്ഷേ ഇതിൽ പറഞ്ഞാൽ ക്ലീൻ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ആഡോ ബ്രോഡ് വേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്. നമ്മൾ ഗൂഗിൾ ഡയലറാണ് വരുന്നത്. ഇത് നമുക്ക് കോൾ ചെയ്യുമ്പോൾ കോൾ റെക്കോർഡിങ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. അതിൽ ചെറുതായിട്ട് എന്തൊക്കെ മാറ്റാൻ പറ്റും. അതായത് ഒരു അനൗൺസ്മെൻ്റ് അല്ലാതെ ഒരു പി എന്ന് പറഞ്ഞ ഒരു ഒച്ച അങ്ങനെയൊക്കെ കാട്ടാൻ പറ്റും. പക്ഷെ എന്നാലും മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല. ഇത് ഗൂഗിളിൻ്റെ ഒരു ഡയലറാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ കേട്ടോ. ചിലവർക്ക് പ്രധാനപ്പെട്ട കാര്യമൊക്കെ, ചിലവർക്ക് വിഷയമല്ലാത്ത കാര്യമൊക്കെ. പിന്നെ മോട്ടോറിലൊരു ഫീച്ചറാണ് മോട്ടോ കണക്റ്റ് പറയുന്നത്. അത് നമ്മൾ TV-യിലോ ടെക്സ്റ്റോ ഇതേമാതിരി PC-യിലോ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൻ്റെ സ്ക്രീന് മിറർ ചെയ്യാം. അധികം ലാഗോ കാര്യങ്ങളില്ലാതെ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അധികം പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് ഇതേമാതിരി മിറർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ റെഡി ഫോർ എന്നൊരു ഫീച്ചർ വെച്ച് നമുക്ക് ഇതേമാതിരി PC-യിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ അതേമാതിരി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ് പറഞ്ഞാൽ നമ്മൾ ഫോണത്തെ ഇതേമാതിരി ഓരോ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ PC-യിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി ഇങ്ങനൊരു കുലിക്കൽ ഫോൺ ഇപ്പോൾ കയ്യിലില്ല കേട്ടോ, എൻ്റെ അടുത്ത് ഫോണില്ല. ഇങ്ങനെ ഒരു ഷെയ്ക്ക് ചെയ്താൽ ഇതേമാതിരി ഫ്ലാഷ് ലൈറ്റ് കത്തുന്നതും അതേമാതിരി ഇങ്ങനെ കാട്ടിയാൽ ഇങ്ങനെ ഒരു സംഭവം കാട്ടിയാൽ ക്യാമറ ഓപ്പൺ ആയി വരുന്നൊരു സംഭവമുണ്ട്. മോട്ടോറിൻ്റെ ഒരു ഫീച്ചറായിട്ടാണ് വരുന്നത്. പിന്നെ സെക്യൂർ ഫോൾഡർ ആയത് മോട്ടോറിൻ്റെ അധിക ഫീച്ചേഴ്സ് സെക്യൂർ ഫോൾഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫോണിലും വരുന്നുണ്ട്. പിന്നെ മോട്ടോറിൻ്റെ ഇപ്പോഴത്തെ ഇറങ്ങിയ അധിക ഫോണിലും ക്യാമറ പെർഫോമൻസ് നല്ല അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആയിരിക്കുന്നു. അതായത് പഴയ പോലെയല്ല, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിരിക്കുന്നു. ഇതിൽ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. അതേമാതിരി 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും അതിൽ തന്നെ മാക്രോ വരുന്നുണ്ട്. 5 മെഗാ പിക്സലിൻ്റെ സൗണ്ട് ക്യാമറ. അതേമാതിരി 4K ഫ്രണ്ടിലും ബാക്കിലും 4K 30 FPS റെക്കോർഡ് ചെയ്യാനുള്ള ഇതുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ പറയുന്നത് സെൽഫി ക്യാമറ 32 മെഗാ പിക്സലാണ്. അതിലും 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഫോട്ടോസാണ്. എനിക്ക് സാമ്പിൾസ് പറഞ്ഞാൽ ബാക്കിയുള്ള പോലെ യൂട്യൂബിലെയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് വരും. ഇടാൻ പറ്റിയ കഴിഞ്ഞാലും ചിലപ്പോൾ സൈഡിൽ കൊടുക്കാം. അടിപൊളി പെർഫോമൻസാണ്. ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതേമാതിരി സെൽഫ് പെർഫോമൻസും അതേമാതിരി വീഡിയോ സ്റ്റെബിലൈസേഷൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റ് ഒരു സ്റ്റെബിലൈസേഷനും അതേമാതിരി പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ പോർട്രേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒന്ന് കാര്യം പറയാനുള്ളത്, സൂം ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 55 mm വരെ സൂം ചെയ്യാൻ പറ്റും. 24, 35 അങ്ങനെ സംബന്ധിച്ച് ഇതൊരിക്കലും ഒപ്റ്റിക്കൽ അല്ല.
അതായത് ഡിജിറ്റലായിട്ട് ക്രോപ്പ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പക്ഷേ നമുക്ക് പോർട്രേറ്റിൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം ബാക്കിയിലേക്ക് സാധാ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ മാത്രം സൂം ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ പോർട്രേറ്റിൽ പറ്റൂല. ഒപ്റ്റിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അധികം ഫോണിലും പറ്റുക, അല്ലെങ്കിൽ 2x ഒക്കെ കൊടുക്കുള്ളൂ. പക്ഷേ ഇതിൽ 3 തരമായിട്ട് നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ കൊടുത്തിരിക്കണം. അൾട്രാ വൈഡും പറയുമ്പോൾ 13 മെഗാ പിക്സൽ അൾട്രാ വൈഡാണ്. സാധാരണ 8 മെഗാ പിക്സലോ അല്ലെങ്കിൽ 5 മെഗാ പിക്സലോ അതേമാതിരി വലിയതൊന്നുമില്ല, പക്ഷേ ഇതിൽ 13 മെഗാ പിക്സൽ കൊടുത്തിരിക്കണം. നല്ലൊരു പെർഫോമൻസ് ആണ് 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് നമുക്ക്. പിന്നെ അതിൽ തന്നെ നല്ല ഒരു ഡീസൻറ്റ് ലെവലിലെ മാക്രോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിലെ ബാറ്ററി പറയുന്നത് 5000 mAh ബാറ്ററി, 68 വാട്ടിൻ്റെ ടെർബോ എന്ന് പറയുന്ന മോട്ടോറിൻ്റെ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഇനി ബാറ്ററിൻ്റെ കാര്യം വരുമ്പോൾ പല റിവ്യൂസ് നോക്കിയപ്പോൾ 9 hours വരെ ബാറ്ററി, അതായത് ബാറ്ററി ബാക്കപ്പ് കിട്ടിയവരുണ്ട് ഓൾറൗണ്ടറായിട്ട്. നമുക്ക് ഒരു ഗെയിമർ ആച്ചാൽ ഏകദേശം 6-7 hour നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതേപോലെ പിന്നെ അപ്ഡേറ്റ് വരുമ്പോൾ ബാറ്ററി ബാക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പല ഫോൺസിൻ്റെ അവസ്ഥ അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ബാറ്ററി കൂടും, ചിലപ്പോൾ കുറയും, ചിലപ്പോൾ പറ്റത്തില്ലാരും കുറയും, ചിലപ്പോൾ ഒന്നും ആവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി അനുസരിച്ച് നല്ല ബാറ്ററി ബാക്കപ്പാണ്. 9 hours, 8 hours, 8 hours ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നല്ല ഇനഫാണ്, നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ 5G കോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ റിവ്യൂസ് കണ്ടപ്പോൾ 5G കോൾ ചെയ്യുമ്പോൾ 4Gയിലേക്ക് തന്നെ സ്വിച്ച് ആവുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ചിലപ്പോൾ സിമ്മിൻ്റെ ആകാം, അങ്ങനെ ഒരു ആവണില്ല. പിന്നെ ഇതിൽ സിം പറയുന്നത് 2 സിം ഇടാൻ പറ്റില്ല, അതായത് SD കാർഡ് ഇടാൻ പറ്റില്ല, മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. അതേമാതിരി NFC അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, അധികം ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേമാതിരി പോരായ്മകളോ കമൻറ്റുകളും പോരായ്മകളോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചോദിക്കാം. അതുമാതിരി ഇതേമാതിരത്തെ വീഡിയോസ് വേണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പോകുന്നത് വീഡിയോ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.